ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് 5 മാസങ്ങൾക്ക് മുൻപ് 2025 ജൂണിലായിരുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. കൃത്രിമ രേഖകൾ ഉപയോഗിച്ച് വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ നേടിയെടുത്ത അനധികൃത കുടിയേറ്റക്കാരെ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ വോട്ടർമാരിൽ പലരും ഇത്തരക്കാരാണെന്ന ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു കമ്മീഷൻ. ബീഹാർ തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെടുപ്പ് നടന്ന പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, കേരളം, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലും SIR പ്രക്രിയ നടന്നു. വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഭരണകക്ഷിയായ BJPക്കും അനുകൂലമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നുവെന്ന് കോൺഗ്രസ്, CPI, CPIM, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ദ്രാവിഡ മുന്നേറ്റ കഴകം, രാഷ്ട്രീയ ജനതാദൾ തുടങ്ങി നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി. നടപ്പിലാക്കുന്ന രീതിയെയും ഇവർ എതിർത്തു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പ്രതിപക്ഷ ആവശ്യത്തെ തുടർന്ന് SIRനെ കുറിച്ച് ചർച്ച നടത്താൻ യൂണിയൻ സർക്കാർ നിർബന്ധിതരായി. കഴിഞ്ഞ ഒരു വർഷമായി കൃത്യമായി നിർണയിച്ചാൽ SIR ആരംഭിച്ചതു മുതൽ വൻതോതിൽ വോട്ടവകാശം ഇല്ലാതാക്കുന്നതിന് രാജ്യം സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ പാർട്ടികളുടെയും വോട്ടർമാരുടെയും ആവശ്യങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ പരമോന്നത കോടതിയാകട്ടെ മൂകസാക്ഷിയായി നിന്നു. അർഹരായ വോട്ടർമാരുടെ പേരുകളുണ്ടെന്ന് ഉറപ്പുവരുത്തി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നു എന്ന പേരിലായിരുന്നു എല്ലാ കാട്ടിക്കൂട്ടലുകളും. വോട്ടവകാശം നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധം സൃഷ്ടിച്ച സംസ്ഥാനങ്ങളിൽ മുൻനിരയിലായിരുന്നു പശ്ചിമ ബംഗാൾ. ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് മൂലം ലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായില്ല. 2025 ഒക്ടോബറിൽ പശ്ചിമ ബംഗാളിൽ SIR ആരംഭിക്കുന്നതിന് മുൻപ് വോട്ടർ പട്ടികയിൽ 7.66 കോടി പേരുകൾ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ 9 ദശലക്ഷത്തോളം പേർക്ക് വോട്ടവകാശം ഇല്ലാതായി. പ്രായപൂർത്തിയായവർക്കുള്ള സാർവത്രിക വോട്ടവകാശ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടനാപരമായി ചുമതലപ്പെടുത്തപ്പെട്ട സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക തയ്യാറാക്കൽ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പവിത്രത ഉറപ്പാക്കാനായി കമ്മീഷന് വിപുലമായ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ജനാധിപത്യ പ്രക്രിയയിൽ അർഹനായ ഓരോ വോട്ടറും പങ്കാളിയാകുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ടു. ഇതിലൂടെ അവർ തങ്ങളെ തന്നെയും പശ്ചിമ ബംഗാളിലെ ജനങ്ങളെയും ഭരണഘടനയെയും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ആശയത്തെയും തോൽപ്പിച്ചു. ലക്ഷക്കണക്കിന് പൗരന്മാർക്ക് സ്വന്തം സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകാൻ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു മാറ്റം പോലും ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ബോധ്യമുണ്ട്. ജനങ്ങളുടെ അവകാശങ്ങൾക്കെതിരെ പ്രവർത്തിച്ച കമ്മീഷന് പദവിയിൽ തുടരാൻ അധികാരം ഇല്ലാതായിരിക്കുന്നു. ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന ഏറ്റവും പവിത്രവും അലംഘനീയവുമായ അവകാശങ്ങളിൽ മുഖ്യമാണ് വോട്ടവകാശം. പൗരന്മാരുടെ അവകാശങ്ങൾ ചവിട്ടിമെതിക്കാൻ ഭരണകൂടം അതിന്റെ അധികാരം ഉപയോഗിക്കുമ്പോൾ സുപ്രീം കോടതി ഇടപെടണമെന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്നതും ഇത്തരം കാരണങ്ങളാലാണ്. കേവലം ഒരു വ്യക്തിയുടെ അവകാശം പോലും ഭരണകൂടം ഇല്ലാതാക്കിയാൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് ചുമതലയുണ്ട്. പക്ഷേ പരമോന്നത കോടതി തങ്ങളുടെ ചുമതല നിർവഹിച്ചില്ല. പശ്ചിമ ബംഗാളിൽ കൂട്ടത്തോടെ ജനങ്ങളെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് അകറ്റിയപ്പോൾ ഇടപെടാൻ കോടതി മടിച്ചു. SIR നടപ്പിലാക്കുന്ന രീതി രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ പദവിയെ ഇകഴ്ത്തി. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വോട്ടർമാരെ വൻതോതിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന SIR ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏൽപ്പിച്ചത് കനത്ത ആഘാതമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളും ഭരണഘടനാ ശില്പികളും വിഭാവനം ചെയ്ത ഇന്ത്യ എന്ന ആശയത്തിന് നേരെയുള്ള ഗുരുതരമായ കടന്നാക്രമണമാണിത്. അധികാരത്തിലിരിക്കുന്നവർക്കെതിരെ ജനാധിപത്യപരമായി പ്രതികരിക്കാനുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ശേഷിയെ ഇത് സാരമായി ബാധിക്കും. അതുവഴി ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനാകും. ജനരോഷം മറികടക്കാൻ ജനസംഖ്യാപരമായ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ BJPക്ക് വേണ്ടി കൃത്യമായി രൂപകൽപ്പന ചെയ്ത ഒന്നാണ് SIR. പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിന്യസിച്ച സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ഇത് കൃത്യമായി നടപ്പിലാക്കി. സുപ്രീം കോടതി ഇത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ അവസരം ഇനി നിലനിൽക്കുമോ എന്നതിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. അർത്ഥവത്തായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകൾ ഇനി പൂർണ്ണമായി നടക്കുമോ എന്നതിനെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ആശങ്ക വളർന്നിട്ടുമുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവർക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന ചോദ്യവും ഉയരുന്നു. എല്ലാ പൗരന്മാർക്കും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അനുവാദമില്ലാതിരിക്കുകയും സംശയകരമായ വിജയങ്ങൾ വൻതോതിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് വർത്തമാന യാഥാർത്ഥ്യമാകുന്നു. വോട്ടർമാരുടെ പേരുകൾ വെട്ടിമാറ്റുന്നതും പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്കുമേൽ സമ്മർദ്ദവും ഭീഷണിയും ചെലുത്തുന്നതും സാധാരണമായി മാറുന്നു. ചുരുക്കത്തിൽ ജനാധിപത്യ പ്രക്രിയയ്ക്ക് അതിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു തുടങ്ങുന്നു. ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് ഒരു പ്രധാന ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നു.
അഭിമുഖീകരിക്കുകയാണ്. തിരഞ്ഞെടുപ്പുകൾ ഇതേ രീതിയിലാണ് തുടരുന്നതെങ്കിൽ ജനാധിപത്യത്തിന് എന്താണ് അർത്ഥം? ജനാധിപത്യം സംരക്ഷിക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളെ പൗരന്മാരുടെ താൽപര്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ എങ്ങനെ പ്രാപ്തരാക്കുമെന്ന മറുചോദ്യവും ഉയരുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വീഴ്ചകളെയും പരാജയങ്ങളെയും സംബന്ധിച്ച ഇത്തരം ഗൗരവമേറിയ ചോദ്യങ്ങൾ പരിശോധിക്കുന്നതിൽ അമാന്തിക്കുകയും വിശകലനം ചെയ്യാൻ മടിക്കുകയും ചെയ്യുമ്പോൾ ആ സ്ഥാപനങ്ങൾ തന്നെ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ തകിടം മറിക്കും. ഇന്ത്യൻ ജനാധിപത്യം നിർണായകമായ ഒരു വഴിത്തിരിവിലാണെന്ന ബോധ്യം വേണം.